രഞ്ജിത്ത്, മുഖ്യമന്ത്രി ഇത്തരത്തിൽ സംസ്ഥാനം വലിയൊരു ദുരന്തത്തിൽ നിൽക്കുമ്പോൾ, ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഏറ്റവും മുൻപിൽ നിന്ന് നമ്മുടെ സംവിധാനങ്ങളെ ഒന്നാകെ ചലിപ്പിക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഈ 31-ാം തീയതിയാണല്ലോ വളരെ വലിയ ആശങ്കയിലേക്ക് നമ്മുടെ സംസ്ഥാനം നീങ്ങുന്നൊരു സാഹചര്യമുണ്ടായത്. അന്ന് മുഖ്യമന്ത്രി എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. മാത്രവുമല്ല, പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രി എവിടെയായിരുന്നു എന്നതൊക്കെ പരിശോധിക്കുമ്പോഴാണ് എന്ത് പ്രതിബദ്ധതയാണ് ഈ മുഖ്യമന്ത്രിക്ക് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളോട് ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരം വിവരങ്ങളിലേക്കൊന്ന് പോകാം രഞ്ജിത്ത്. നമുക്ക് നീലിമ, ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനം ഒരു കടുത്ത ദുരന്തത്തിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ രാഷ്ട്രീയപരമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. ഈ ചോദ്യം ചോദിക്കാൻ 2018 പ്രളയം സർക്കാർ സ്പോൺസേഡ് പ്രളയമാണ് എന്ന് അന്ന് ആരോപണം ഉയർന്നിരുന്നു. അതിന് സമാനമായിട്ടുള്ള ഒരു ദുരിതമൊന്നും ഉണ്ടായിട്ടില്ല. ഭാഗ്യത്തിന് ഇനി അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് ഞാൻ വ്യക്തമാക്കാം. 31-ാം തീയതി കനത്ത മഴ പെയ്യുന്നു. 1-ാം തീയതി മുഖ്യമന്ത്രി കൊച്ചിയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം പോയത് ഹെലികോപ്റ്ററിലാണോ ട്രെയിനിലാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. ഒഫീഷ്യലായുള്ള ചില മീറ്റിങ്ങുകൾക്ക് അദ്ദേഹം പോയി. അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ സന്ദർശിച്ചു. അദ്ദേഹം പാണക്കാട് പോയി, അല്ലെങ്കിൽ മലപ്പുറത്ത് എവിടെയോ പോയി ഭക്ഷണം കഴിച്ചു. ഇതൊക്കെ രണ്ടാമത്തെ കാര്യങ്ങൾ. ഇതൊക്കെ ഈ ദുരന്തത്തിൻ്റെ മുന്നിൽ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഇന്ന് അദ്ദേഹം ചോദിച്ചു വാർത്താ സമ്മേളനത്തിൽ. ആ ചോദ്യം എത്രമാത്രം ശരിയാണ് തെറ്റാണെന്ന് എനിക്കറിയില്ല. എങ്കിലും 2018 പ്രളയം നടന്നപ്പോൾ ഈ പ്രളയത്തിൻ്റെ ദിവസം മുഴുവൻ അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അരിയാഹാരം കഴിക്കാതിരുന്നോ എന്നുള്ള ചോദ്യമൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതല്ല. ഇതിലെ ഏറ്റവും വലിയ കാതലായ പ്രശ്നം എന്താണ്? ഇവിടെ ഈ കൃത്യമായ മുന്നറിയിപ്പ് നൽകേണ്ട സംവിധാനങ്ങൾ പാളിപ്പോയി. കൃത്യമായ മഴ മുന്നറിയിപ്പ് ഉണ്ടായില്ല. എവിടെ ഉണ്ടായില്ല, എന്തുണ്ടായില്ല? കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന കാലാവസ്ഥ വിദഗ്ധൻ തന്നെ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പോൾ അപര്യാപ്തമാണ്. അതായത് 10-15 വർഷം മുൻപുള്ള കാലാവസ്ഥാ സംവിധാനങ്ങളുമായാണ് നമ്മുടെ സിസ്റ്റം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം അടക്കമുള്ള സാഹചര്യത്തിൽ ലോകത്തിലെ മുഴുവൻ കാലാവസ്ഥാ സംവിധാനങ്ങളും മാറിയിരിക്കുന്നു. ഓരോ മിനിറ്റിലും തന്നെ നമ്മുടെ ഭൗമ തലങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത്തരത്തിൽ ഉള്ള മുന്നറിയിപ്പുകൾ കൃത്യമായി ലഭിച്ചാൽ അത് എത്രമാത്രം പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം രണ്ടാമത് അവശേഷിക്കുന്നു. അപ്പോൾ ആദ്യമുണ്ടായത് ഇത് കൃത്യമായി മനസ്സിലാക്കുന്നതിനും ഈ മേഖലകളിൽ അതിതീവ്രമായ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതിലും പാളിച്ചകളുണ്ടായി. അത് കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണ്, ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റികൾക്കാണ് പാളിച്ചകളുണ്ടായത്. ആ അതോറിറ്റികൾക്ക് പാളിച്ചകൾ ഉണ്ടായതിന് പിന്നാലെ ജില്ലാ ഭരണകൂടങ്ങൾക്ക് പാളിച്ചകളുണ്ടായി. ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ എത്രയും വേഗം അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇത് 2018 കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം, നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം ഉണ്ടായി. 483 പേർ മരിച്ചു. ആ 483 പേർ മരിച്ചിട്ടും കേരളം പഠിച്ചില്ല. അപ്പോൾ കേരളം പഠിക്കാത്തത് ഇപ്പോൾ വി.ഡി. സതീശനെ നമുക്ക് വേണമെങ്കിൽ കുറ്റം പറയാം. പക്ഷേ 2.5 മാസമായുള്ള വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് 2018 ശേഷം 2026 മെയ് മാസം 17-ാം തീയതി വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഇരട്ടച്ചങ്കനായിരുന്നു. ആ ഇരട്ടച്ചങ്കൻ എന്ത് ചെയ്തു? ഈ ഇത്തരത്തിലുള്ള ദുരന്തം വീണ്ടും ഉണ്ടാവാതിരിക്കാൻ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങളിൽ പോകാതെ ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. ഞാൻ പറയുന്നത്, ഇവിടെ നമ്മുടെ സംവിധാനങ്ങൾക്ക് വലിയ പരാജയമുണ്ടായി. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതുപോലെ രാത്രി ഉരുൾപൊട്ടി വെള്ളം വന്ന് വീട് മണ്ണെടുത്തുകൊണ്ട് പോകുന്ന സമയത്തല്ല പായും കിടക്കപ്പായും എടുത്തുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകേണ്ടത്. അവരെ കൃത്യമായി തന്നെ ഈ ദുരിത മേഖലകളിൽ, ദുരിത പശ്ചാത്തലമുള്ള ഇടങ്ങളിലുള്ളവരെ കൃത്യമായി മറ്റിടങ്ങളിലേക്ക്, അതായത് ക്യാമ്പുകളിലേക്ക് മാറ്റുള്ള സംവിധാനം ഉണ്ടാവണം. അവർ ക്യാമ്പുകളിലേക്ക് പോയില്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊണ്ടുപോകാനുള്ള നിയമം ദുരന്ത നിവാരണ നിയമത്തിലുണ്ട്. അത് എന്തുകൊണ്ട് കൊണ്ടുപോകുന്നില്ല? അതൊക്കെ ജില്ലാ ഭരണകൂടങ്ങളുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെയൊക്കെ വീഴ്ചകളാണ്. ഇത് ഒരു കാലത്തും കേരളത്തിൽ നടന്നിട്ടില്ല. ഇത് ഇപ്പോഴല്ല, ഒരു കാലത്തും കേരളത്തിൽ നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, 2018 ഒരു വലിയ അനുഭവം കൊണ്ട് പോലും നമ്മൾ പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ അനുഭവമൊക്കെ വളരെ കൃത്യമായി കണ്ടറിഞ്ഞിട്ടുള്ള ഒരാളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അനുഭവ സമ്പത്തിന്റെ കുറവൊന്നുമില്ല. പക്ഷേ നോക്കൂ, ഈ പ്രതിബദ്ധത എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടാകേണ്ട, ആവശ്യം വേണ്ട ഒരു സംഗതിയാണ്. ഈ 31-ാം തീയതി അതിതീവ്ര മഴയുടെ സാഹചര്യം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി എവിടെയായിരുന്നു എന്ന വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്.